ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ കക്കാറച്ചിയാണ്. ഇന്നത്തെ റെസിപ്പി നമ്മുടെ കക്കാറച്ചി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. കക്കാറച്ചിയുടെ പല പല റെസിപ്പി നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ വീട്ടിൽ കക്കാറച്ചി തോരന്, മെഴുക്കുവരട്ടി ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. പക്ഷേ ഞാനിന്നിവിടെ തോരനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ തോരൻ എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് കക്കാറച്ചി തോരൻ വെക്കുന്നതെന്ന് നമുക്ക് ഇന്നിവിടെ നോക്കാം. അതിനായിട്ട് ഇന്നിവിടെ ഒരു 1/2 ലിറ്റർ കക്കാറച്ചി എടുത്ത് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ വൃത്തിയാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് അത് പറയാമോ? അത് നമ്മൾ ഈ കക്കാറച്ചിയുടെ ഈ ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം ഇതിൽ നിന്നും ഇതിൻ്റെ വേസ്റ്റ് പുറത്ത് വരും. എന്നിട്ട് നമ്മൾ പിന്നെ അത് വാഷ് ചെയ്ത്, തീരെ പൊടിയാണെങ്കിൽ എടുക്കാത്തവരുണ്ട്, അത് കളയാത്തവരുണ്ട്. പക്ഷേ ഞാൻ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്താണ് എടുക്കുന്നത്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് അവിടെ കിട്ടത്തില്ല. അവിടെ ബാക്കി എല്ലാ മീനും കിട്ടും. ഇത് ഇവിടുന്ന് ഫ്രോസൺ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഫ്രഷ് നമുക്ക് ഇവിടെ തന്നെ വന്നാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇപ്പം നമുക്ക് തോരനാണോ ഇതിൽ ഉണ്ടാക്കുന്നത്. ഇത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മറ്റ് മീനുകളെയൊക്കെ കാട്ടിലും കൂടുതൽ നല്ലവണ്ണം വെള്ളത്തിൽ കഴുകി എടുത്തേ പറ്റത്തുള്ളൂ. കാരണം മണ്ണ് കാണും ഇതിനകത്തിലെ. ഒരു മണ്ണ് അവർ അങ്ങനെ ആയിരിക്കുമല്ലോ, ഇത് ഇതിൻ്റെ പ്രോസസ്സിങ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം മണ്ണ് എന്തായാലും അതിനകത്ത് വരും. അപ്പം അത് നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്ത് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ. അപ്പം നമുക്ക് കക്കാറച്ചി തോരൻ ഇന്ന് ഉണ്ടാക്കാം. അതിനായി കക്കാറച്ചി നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത്, അത് വെള്ളമൊന്നും വറ്റാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇനി കുറച്ച് വെള്ളം ഒഴിക്കും. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇടേണ്ടത് മഞ്ഞപ്പൊടിയാണ്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് 2 വിസിൽ കേൾപ്പിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇവിടെ ഒരു 25 ചെറിയ ഉള്ളി, ചുവന്നുള്ളി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക്, 2 3 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ എരിവ് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത്രയും. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന് അപ്പം നമ്മളതിനകത്തേക്ക് ഇനി ഇടേണ്ടത് എടുത്ത് വെച്ചിരിക്കുന്ന ചമ്മന്തിയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റാം. വഴറ്റാൻ വെച്ചേക്കുന്ന ഉള്ളിയിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഇതിനകത്ത് തേങ്ങാക്കൊത്ത് ഉണ്ടവർക്ക് തേങ്ങാക്കൊത്തിട്ട്, ഞാനൊരു കുറച്ചൊരു തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്, ഒരു കഷ്ണം, അത്രേ ഉള്ളൂ. നല്ലതുപോലെ തേങ്ങാക്കൊത്തിടുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ മോക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല, ആളതെടുത്ത് മാറ്റി വെക്കും. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് കറിവേപ്പില ദേ ഫ്രഷ്, നമ്മുടെ പുതിയ കറിവേപ്പിലുണ്ടായ കറിവേപ്പില, അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. അരപ്പിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 3/4 സ്പൂൺ ഗരം മസാല. 3/4 സ്പൂൺ ഞാൻ എടുക്കുന്നേ ഉള്ളൂ, ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. അത് പെരുംജീരകം കൂടുതൽ ഇട്ട് വേണമേ, എങ്കിലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഇല്ലെങ്കിൽ പെരുംജീരകം ഇട്ട് നിങ്ങൾ ഈ കടുക് വറക്കുന്ന സമയത്ത് പെരുംജീരകം ഇട്ട് കടുക് വറക്കുകയോ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് ഇട്ടേക്കുന്നത്, ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉള്ളി വഴറ്റി വരുമ്പോൾ തന്നെ ഇതിനകത്തിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ വഴറ്റി എടുത്തിട്ട് തേങ്ങയും കുറച്ച് പെരുംജീരകവും കൂടെ
ഒന്ന് ചതച്ച് ഇതിന് മുകളിലോട്ട് ഇടാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷേ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ അരപ്പിന് വേണ്ടി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം മറന്ന് ഒരു കാര്യമുണ്ട്. കുറച്ച് കുരുമുളക് എടുക്കണം. കുരുമുളക് പൊടിയേക്കാളും നല്ലത് കുരുമുളക് ഇതിൻ്റെ കൂടെ ചതച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇതിൻ്റെ അകത്ത് ഇടാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ കക്കാറച്ചി ഇട്ട് കൊടുക്കാം. അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരാവി കയറുന്നിടം വരെ നമുക്കിത് അടച്ച് വെക്കാം. നമുക്ക് കക്കാറച്ചി പാകമായോ നോക്കാം. നോക്കട്ടെ, കഴിച്ച് നോക്കാം. കുറച്ച് ഉപ്പ് വേണം. ഇങ്ങനെ നമ്മുടെ കക്കാറച്ചി തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് തോരന് പകരം മെഴുക്ക് വരട്ടിയായിട്ട് എടുക്കാം. ഇതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി, തേങ്ങ ഇടുന്നത്. അതിന് പകരം മസാലപ്പൊടികളെല്ലാം നമ്മൾ ഉള്ളി വഴണ്ടി വന്ന് അതിനകത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ വേവിച്ച കക്കാറച്ചിയും കൂടെ അതിനകത്തോട്ട് തട്ടിയിട്ട് നല്ലതാണ് ഉലർത്തി നമ്മൾ എടുക്കത്തില്ല. ബീഫ് ഫ്രൈ ഒക്കെ നമ്മൾ ചെയ്തില്ല, ആ ഒരു ബീഫൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളൊന്ന് ഉലർത്തി അങ്ങ് എടുത്താൽ മതി. എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അധികം തേങ്ങ ആവശ്യമില്ല. ഇതിപ്പം തോരനാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.